ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ സ്നാക്കാണ്. ബാക്കി വന്ന സമോസ ഷീറ്റ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരഗാനോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ഈ ചാനലിൽ ഹോം മെയ്ഡ് സമോസ ഷീറ്റിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വന്ന പീസ് ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് കുറച്ച് സമയം മുൻപേ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം. ഇതിന് പകരമായിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള സമോസ ഷീറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിത് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് കവർ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസും ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഹോം മെയ്ഡ് സമോസ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് ചിക്കൻ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ചിക്കനും ഞാനിവിടെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഹീറ്റിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് എണ്ണ ഇട്ടും ഫ്രൈ ചെയ്തെടുക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. കാരണം പുറമേയുള്ള ആ ഒരു കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ചിക്കൻ ഒട്ടും വെന്ത് കിട്ടുകയില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ ഇതിനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുമുണ്ട്. അതിൻ്റെ പുറമേയുള്ള ആ ഒരു കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഉള്ളിലെ ചിക്കനും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചിക്കൻ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.